അസ്സലാമലൈക്കും. ഇന്ന് നിങ്ങൾക്ക് ഒരത്യാവശ്യമുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓടിപ്പോയി എടുക്കുന്ന സാധനമാണ് കുർത്തി. കുർത്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കുന്ന ഷോപ്പിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് തരാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഷേപ്പ് ചെയ്ത് തരാൻ പറ്റിയ ഷോപ്പായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓർക്കും പോണ വഴിക്ക് ഏതെങ്കിലും ടൈലറിങ് ഷോപ്പിൽ കയറി ഒന്ന് ഷേപ്പ് ചെയ്യിപ്പിക്കാം എന്ന് കരുതിയിട്ട് ഓടി വരും. പക്ഷേ ഞാനുൾപ്പെടെയുള്ള തയ്യൽക്കാർ മാക്സിമം ഒഴിവാക്കണ കാര്യമാണ് ഈ ഷേപ്പ് ചെയ്യണത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ 100 രൂപ കിട്ടും. എന്നാലും നമ്മൾ വെട്ടി തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 500-600 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഒഴിവാക്കും. അപ്പോൾ നിങ്ങളെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. എങ്ങനെയാണ് കറക്റ്റ് ഷേപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഷേപ്പ് ചെയ്യേണ്ട ചുരിദാർ താഴെ ഇടുക. അതിന് മുകളിലായിട്ട് നമ്മുടെ ഒരു ചുരിദാർ എടുത്ത് മുകളിലിടുക. അതായത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം നമുക്ക് പാകമായിട്ടുള്ള ചുരിദാർ. കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ ഒരു മെഷർമെൻറ്റിൽ ബോഡി ഒന്ന് കറക്റ്റായി കിട്ടിയാൽ പിന്നെ താഴത്തേക്കൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1-ാം തീയതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 മാസത്തെ കോഴ്സാണ്. 2 മാസം കൊണ്ട് എന്തൊക്കെ വിഷയം പഠിപ്പിക്കുമോ എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം. അപ്പോൾ ആരും മടിച്ചിരിക്കണ്ട, വേഗം വന്നോളൂ കേട്ടോ. ഷേപ്പ് ചെയ്യേണ്ട തുണിയുണ്ടല്ലോ, ആദ്യം അടിമേലൊന്ന് മറിച്ചെടുക്കുക. അതായത് നല്ല വശം അകത്ത് നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് മറിച്ചെടുത്തതിന് ശേഷം 2 സൈഡും ഒപ്പം പിടിച്ചിട്ട് നീറ്റായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. അതായത് സ്ലിറ്റ് ഭാഗങ്ങൾ രണ്ടും കറക്റ്റായിട്ട് ഒരേ ലെവലിൽ തന്നെ വരണം. അപ്പോൾ 4 സ്ലിറ്റും, അതായത് സ്ലിറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും, അപ്പോൾ 4 പീസ് ഉണ്ടല്ലോ, ആ 4 പീസ് നമ്മൾ ഒരേപോലെ ഇങ്ങനെ പിടിക്കാം കേട്ടോ. നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എപ്പോഴും യൂസ് ആവണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്താണെങ്കിലും പലരും കൈവച്ച് തരുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് തരുമോ എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. പിന്നെ സമയവും ഇതും എല്ലാം കൊണ്ടും പിന്നെ എന്തോ റെഡിമെയ്ഡ് കുർത്തി എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് ഷേപ്പ് ചെയ്യിക്കുമ്പോഴേ നമ്മുടെ ഒരു എന്താ പറയുക, അവർക്കത് തുണിയെടുത്ത് തയ്പ്പിച്ചാലേ നമ്മളെപ്പോലെയുള്ള തയ്യക്കാർക്ക് തയ്യൽ കിട്ടൂലേ എന്നുള്ളൊരു ബോധമോ എന്താണോ തയ്ച്ചു കൊടുക്കാൻ മടിയാണ് കേട്ടോ. എങ്കിലും ഞാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചെയ്തു കൊടുക്കും കേട്ടോ. എനിക്ക് പാവം തോന്നും. അങ്ങനെ അവർക്ക് അത്യാവശ്യമായിരിക്കുമല്ലോ, നാളെ ഇടാനാണ്, ട്രെയിനിന് പോകാനാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ നമ്മുടെ ബായി കടയിലുണ്ടെങ്കിൽ ബായിനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യിപ്പിക്കാം കേട്ടോ. ബായി ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ അത് ഷേപ്പൊക്കെ ചെയ്തു തരും. ഇല്ലാത്ത സമയത്താണ് കേട്ടോ എനിക്ക് മടി. പിന്നെ പുള്ളിക്കാരൻ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴും പുള്ളിക്ക് മടിയാണ്. കട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴേ. എന്നിട്ട് നമ്മുടെ അളവ് ചുരിദാറും അതേപോലെ തന്നെ കറക്റ്റായിട്ട് പിടിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചുളിവൊക്കെ ഉള്ള ചുരിദാറാണെങ്കിൽ ഒന്ന് തേച്ചൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. കണ്ടോ, ഇതിന് ഫ്ലെയർ കൂടുതലാണ്, പക്ഷേ ഫ്ലെയറൊന്നും ഒരുപാട് കുറക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മോൾ ഭാഗം കറക്റ്റായി കിട്ടിയാൽ ഇത് കുർത്തിയാണല്ലോ, കുർത്തിക്ക് ഇത്തിരി ഫ്ലെയറൊക്കെ കൂടി കിടന്നാലും ഭംഗിയാണ്. ചുരിദാർ പോലെയല്ല. കുർത്തിയും ചുരിദാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ അങ്ങനെ ടക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ കറക്റ്റ് ബോഡി ഫിറ്റ് ആയിരിക്കില്ല, കുറച്ച് ലൂസൊക്കെ ആയിരിക്കും. പക്ഷേ ചുരിദാർ അങ്ങനെയല്ല. ചുരിദാർ നമ്മുടെ ബോഡിയിൽ വെച്ച് തയ്ച്ച പോലെ ഇരിക്കും. അതാണ് ചുരിദാറും കുർത്തിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഞാൻ ഒപ്പമാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തടവിയൊക്കെ ഒപ്പമാണ്. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വന്നേക്കണോണ്ട് ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. അത് നോക്കണ്ട. ബാക്കിലെ ഇത് നമുക്കിങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും. അവിടത്തേക്ക് ഈ മടക്ക് കറക്റ്റാക്കി വെച്ചാൽ മതി കേട്ടോ. വേണ്ടോ, ആ ഫ്രണ്ടിലൊരു പ്ലേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത്. അതൊക്കെ അങ്ങനെ കിടന്നോട്ടെ. ഇതിങ്ങനെ ഷോൾഡറൊക്കെ ഒപ്പം വെക്കുക. കോളറുള്ളത് കൊണ്ട് തന്നെ ഷോൾഡർ കൈ ഇതാക്കണ്ട കേട്ടോ. ചിലതിങ്ങനെ കോളറൊന്നും ഇല്ലാത്ത കഴുത്തിങ്ങനെ മലന്നതൊക്കെ ആണെങ്കിലേ നമ്മൾ ആദ്യം കൈ അഴിച്ചെടുത്തിട്ട് കൈ വെട്ടി കയറ്റേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മടിയാവണത്. അന്നേക്ക് കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട്, അതായത് കറക്റ്റ് ബോഡി ഫിറ്റിലല്ല, ഒരിത്തിരി നീക്കി, ഒരു 4 ഇഞ്ച് നീക്കിയാൽ മതി കേട്ടോ. 4 ഇഞ്ച് നീക്കുന്ന പറയുമ്പോൾ തന്നെ 1 ഇഞ്ച് നമുക്ക് ലൂസ് കിട്ടുന്നുണ്ട്. കണ്ടാ, 4 ഇഞ്ച് നീക്കി അപ്പുറത്തെ സൈഡ് ഒപ്പാണോ നോക്കിയിട്ട് ഇപ്പുറം 4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പം നമ്മുടെ എത്രത്തോളം സ്ലിറ്റ് വന്നിട്ടുണ്ട് നോക്കുക. ആ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പോയിൻ്റ് ഇടുക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നമുക്കിതാ ഇങ്ങനെ വരച്ച് നിർത്താം.
ഓക്കെ. അപ്പോൾ ഈ ബോഡി മാത്രം ഇതിങ്ങനെ വെച്ച് വരച്ചാൽ മതി. സ്ലീവ് വരക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാ നമ്മുടെ സൈഡിലിടുന്ന ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ലേ? ഇനി നമുക്കിത് അടിക്കണേ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് 2 എണ്ണം വെക്കണ്ട, ഒരെണ്ണം വെച്ചാൽ മതി. ഒരെണ്ണം മാറ്റി കൊടുത്തിട്ട് ഇതാ ഒരെണ്ണത്തിലേക്ക് നമ്മുടെ മറ്റേ ചുരിദാറിൻ്റെ സ്ലീവ് എടുത്ത് വയ്ക്കാം. അപ്പം ലെങ്ത്ത് ഇത്തിരി വ്യത്യാസമുണ്ട്. ലെങ്ത്ത് കുറക്കണമെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് വെട്ടി കുറക്കണം, മുകളിൽ നിന്ന് കുറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് കയറില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ബോർഡറൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം നമുക്ക് ലെങ്ത്ത് കുറക്കണം എന്നുള്ളവർ അടിയിൽ നിന്ന് വെട്ടിയിട്ട് അടിയിലൊരു ബോർഡറൊക്കെ ഉണ്ട്, അതൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചാൽ മതി. കണ്ടോ? ഇപ്പോൾ ഒരു ഇത്തിരി 2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി കൂടെ കൈ നീളം കൂടുന്നേ ഉള്ളൂ, അതൊന്നും വിഷയമില്ല. എന്താ കൈ കുറക്കണം എന്നുള്ളവർ വെട്ടി കുറച്ചാൽ മതി ഇട്ട്. ഇതിന് ഞാൻ കൈയൊന്നും കുറക്കണില്ല. ഇതെൻ്റെ അല്ല കേട്ടോ, കസ്റ്റമറുടെയാണ്. ഞാൻ കൂടുതലിങ്ങനെ കുർത്തീസ് എടുക്കാറില്ല, നമുക്ക് തയ്ക്കാനറിയാമല്ലോ, പിന്നെ വെറുതെ കുർത്തി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാ ഒരു സൈഡ് വരച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ടപ്പേന്ന് 2 അടി അടിക്കുക. അപ്പുറത്തെ സൈഡിലേക്കും എന്താണ് അതിൻ്റെ സീല് പതിയും. കണ്ട ഇതേപോലെ. ഓക്കെ. കണ്ടോ? എന്നിട്ട് ആ സ്ലിറ്റ് അവിടെ തന്നെ മാർക്ക് ചെയ്യുക. കൈയും അതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ സ്റ്റാമ്പ് ചെയ്തെടുക്കുക കേട്ടോ. ചുളിവൊന്നും അവിടെ എടുത്തിട്ട്, ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ? അളവ് തെറ്റിപ്പോവും. അപ്പോൾ ചുളിവില്ലാണ്ട് കറക്റ്റായിട്ട്, അപ്പോൾ ഇതുമ്പോൾ കൂടെ ഒരു മാർക്കും കൂടെ മാർക്ക് ചെയ്തിട്ടേ ആ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോയിൻ്റ് വീഴും കേട്ടോ. കണ്ടോ? അപ്പുറത്തേലും വീണു. അത് നമുക്കൊന്നും കൂടെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയായില്ലേ? ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണേ എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ പഴയ സ്ലിറ്റ്, ആ ഭാഗം ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. വലിച്ച് കീറരുത്, അഴിച്ചെടുക്കണേ. നൂലൊന്ന് അഴിച്ചെടുത്താൽ മതിയല്ലോ. എന്നിട്ട് നമുക്ക് ഇവിടം വരെ സ്ലിറ്റ് നിർത്തിയിട്ട് ബാക്കി സ്ലിറ്റ് അടിക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കൈയിൻ്റെ തുമ്പത്തൊന്ന് തുടങ്ങാം. ഇതാ കറക്റ്റായിട്ട് തുടങ്ങിയിട്ട് ആ ഒരു കക്ഷത്തുമ്പോൾ നല്ല നീറ്റായിട്ട് അടിച്ചു പോകണം. കുത്തി നിർത്തി കുത്തി തിരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. എന്നാൽ റൗണ്ടിൽ നിർത്താണ്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചോന്ന് വെച്ചിട്ട് കുത്തി നിർത്തി തിരിക്കരുത്, അപ്പോൾ അവിടെ ചുളുങ്ങിയിരിക്കും. ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ആ പ്ലസ് ഇട്ടിട്ടില്ലേ, കണ്ടോ, സ്ലിറ്റിൻ്റെ അവിടം വരെ ഇട്ടിട്ട് കെട്ടിയിട്ട് നിർത്താം കേട്ടോ. കണ്ടോ? അവിടെ സ്ലിറ്റ് ഇത് അഴിച്ചിട്ടുണ്ട് കുറച്ച്. കണ്ടോ? ഇനി കുറച്ച് ഇതുണ്ടല്ലോ ഇൻ്റർലോക്ക്, അതും കൂടെ കുറച്ചൊന്ന് വെട്ടിക്കളയുക. ഇത്തിരി മുകളിലേക്ക് കയറ്റി വെട്ടാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണല്ലോ അവിടെ വരെ. ഇനി നമ്മൾ അടിക്കണത് എങ്ങനെയാണെന്നോ? അപ്പോൾ അവിടെ ലൂസായി കിടക്കുകയല്ലേ. ചിലരുണ്ട് അങ്ങോട്ടേക്ക് സ്ലിറ്റിലേക്ക് വെക്കും. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ ഇങ്ങനെ ലൂസായി കിടക്കും. അതായത് ഇങ്ങനെ ഒരു മടക്ക് കണ്ടോ? ഇതേപോലെ മടക്കി അറ്റം വരെ അടിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ഈ തുമ്പെത്തുമ്പോൾ, അതായത് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തുമ്പൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടം വരെ എത്തിയിട്ട് അവിടെ മടക്കി അങ്ങോട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇവിടം വരെ വന്ന് കുത്തി നിർത്തി ഇങ്ങോട്ട് തിരിച്ചു. തുമ്പൊന്ന് ചെറുതായിട്ട് തുടക്കത്തിൽ മാത്രം മടക്കാനുള്ളൂ. പിന്നെ നമ്മുടെ സ്ലിറ്റ് മാത്രം ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചാൽ മതി. അത് ഓൾറെഡി മടക്കിയേക്കാണല്ലോ, അത് ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചാൽ മതി. അതാ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചില്ലെങ്കിലുണ്ടല്ലോ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ചിലരിങ്ങനെ അടിച്ച് വെച്ചേക്കണ ഞാൻ കാണാറുണ്ട്. അയ്യോ ഇങ്ങനെ അടിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. വെറുതെ ഷേപ്പ് ചെയ്ത് വെച്ച് ബോഡി മാത്രം ഷേപ്പായിട്ട് കാര്യമില്ല. ചുരിദാർ ഏകദേശം നമ്മുടെ അളവിലേക്ക് മാറ്റണം, എന്നാലും മാത്രമാണ് നമുക്കത് ഇട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ട? ഇങ്ങനെ അടിച്ചു. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. കണ്ട? നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തേച്ചാൽ മതി. അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പുറത്തെ സൈഡ് അടിക്കുമ്പോൾ നമുക്ക് സ്ലിറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. തിരിച്ചിട്ടല്ലേ അടിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്ലിറ്റിൽ നിന്ന് തുടങ്ങുകയാണ് ഞാൻ. നമ്മളവിടെ പോയിൻ്റ് ഇട്ട് നിർത്തിയെടുത്തുനിന്ന് ഇതാ കയ്യിലേക്ക് എത്താറായി. ഇനി കയ്യിലും അറ്റം വരെ അടിക്കാം. അപ്പോൾ ഇങ്ങനെ മറ്റേ കൈ എടുത്തിട്ട് നോക്കിയേക്കണം കേട്ടോ, തുമ്പ് കറക്റ്റാണോന്നേ.
നമ്മളിങ്ങനെ സീൽ ചെയ്തപ്പോൾ ഇങ്ങനെ കുറച്ച് വലുതായൊക്കെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പോൾ തുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പുറത്തെ കൈ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോ. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ, നമ്മൾ വരച്ചത് കറക്റ്റാണ്. അപ്പോൾ ആ വരയിൽ കൂടെ തന്നെ അങ്ങോട്ട് അടിച്ച് പോയാൽ മതി. അറ്റം വരെ അടിക്കുക, അവിടെ കെട്ടിട്ട് അടിക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. ഇതാ ഇവിടെ കുറച്ച് ഇതേ എങ്ങനെയെന്നാ, ഇവിടെ ഒരു കെട്ടിട്ട് നിർത്തുമല്ലോ സ്ലിറ്റിൽ, അത് ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. ചെറുതായിട്ടൊന്ന് സൂചി കത്രിക വെച്ചിട്ടേ, അല്ലെങ്കിൽ സൂചി വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് അഴിക്കുക. ഒന്ന് കെട്ടൊന്നിങ്ങനെ വെട്ടിക്കിട്ടിയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് അഴിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതൊന്ന് അഴിച്ചെടുത്താൽ മതി. കണ്ടോ, നൂലിങ്ങോട്ട് വരും. ആ നൂലൊന്ന് വലിച്ചു കളഞ്ഞാൽ അവിടെ ഇങ്ങനെ അഴിഞ്ഞു കിട്ടും കേട്ടോ. കണ്ടോ, അത് നേരത്തെ നമ്മൾ ഇൻ്റർലോക്ക് വെട്ടിയ പോലെ തന്നെ ഇതായതും ഇത്തിരി വെട്ടി മുകളിലേക്ക് ആക്കി നിർത്തുക. ഇനി പഴയതുപോലെ തന്നെ നീളത്തിലടിക്കുക. അപ്പോൾ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നിങ്ങളാരും ഷേപ്പ് ചെയ്ത് തന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ഇനിയിപ്പോൾ മെഷീൻ ഇല്ലെങ്കിലോ ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് അളവിലെടുത്തിട്ട് കൈ വെച്ച് സൂചി നൂലും വെച്ച് തുന്നിയെടുത്താൽ മതി. ആരുടെ കയ്യും കാലം പിടിക്കാൻ നടക്കണ്ടല്ലോ. ഞങ്ങളുടെ തയ്യക്കാരുടെ അഹങ്കാരം ഒന്ന് നിങ്ങൾക്ക് കുറച്ചെടുക്കാമല്ലോ. എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഒരു കടയിൽ പോയാലും ചെയ്ത് തരൂലടാ, ഭയങ്കര വീര്യമാണ് അവർക്കൊക്കെ. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ പറഞ്ഞതല്ല. നല്ലവരും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും. അതിൽ ഏത് കൂട്ടത്തിൽ എന്നെ പെടുത്തുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തായാലും ഇത് അപ്പുറത്തെ സൈഡും ഞാനിങ്ങനെ സ്ലിറ്റൊക്കെ മടക്കി നീറ്റായിട്ട് അടിക്കണ്ടേ കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുർത്തി നമ്മൾ ലാഭത്തിന് അന്വേഷിച്ച് കിടക്കും. തയ്യൽ കാശ് കൊടുക്കണ്ടല്ലോ, തുണിയുടെ കാശ് മാത്രമേ ആവൂലല്ലോ എന്ന് വെച്ചാൽ 350-450 രൂപക്കൊക്കെ നമുക്ക് കുർത്തി വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എത്ര സ്ഥലത്ത് കയറിയാലാണ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടുന്നത്. ചിലപ്പോൾ കയ്യില്ലായിരിക്കും, കൈ അതിൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചേക്കായിരിക്കും, അതെടുത്ത് വെക്കണം. അങ്ങനെ ചിലപ്പോൾ ഷോൾഡർ ഇറങ്ങി കിടക്കായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അളവൊന്ന് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫ്ലെയർ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ. തുണിയിൽ തന്നെ ആ മെറ്റീരിയൽ നല്ല ഫ്ലെയറുള്ള തുണിയായിരുന്നു അടിയിലത്തെ മഞ്ഞ. പിന്നെ മോൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ശകലം കൂടുതൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയില്ലേ, കുർത്തിയും ചുരിദാറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കുറച്ച് ലൂസാണ് കുർത്തി, ചുരിദാർ പോലെ അത്ര കറക്റ്റ് ടൈറ്റിൽ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.